ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും മഞ്ജുസ് ടെസ്റ്റിമോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റീഡിങ്ങിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിസണിങ് ക്വസ്റ്റ്യൻ പേപ്പർ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട്. ഇത് റീഡിങ് ക്വസ്റ്റ്യൻ പേപ്പർ ഓവർവ്യൂ ആണ്. അതിനൊപ്പം കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കായിട്ട്, എൻ്റെ പേര് മഞ്ജുഷ. ഞാൻ OET ആൻഡ് ജനറൽ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് റീഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആദ്യം കാണുന്നത് പാർട്ട് എ ആണ്. പാർട്ട് എയിൽ നിങ്ങൾക്ക് 4 ടെക്സ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. ടെക്സ്റ്റ് A, B, C ആൻഡ് ടെക്സ്റ്റ് D. ദെൻ ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യത്തെ 1 to 7 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഏത് പാരഗ്രാഫിലെയാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ 8 to 15 എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു 1 വേർഡ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നമ്മളുടെ ലാസ്റ്റായിട്ട് കാണുന്നത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫില്ലിങ് ദ ബ്ലാങ്ക്സ്, അതായത് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 16 to 20 ഉണ്ടായിരിക്കും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷോർട്ട് ഫ്രേസ്, 1 വേർഡ് ഷോർട്ട് ഫ്രേസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്ന പാർട്ട് ബിയിലേക്കാണ്. പാർട്ട് ബിയിൽ മെയിനായിട്ടും 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പാർട്ട് ബിയിൽ നമുക്ക് ചെറിയ ഒരു എക്സ്ട്രാക്റ്റ് തന്നിട്ടുണ്ടാകും, ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ടാകും. അത് വായിച്ചിട്ട് നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസിനും 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ മെയിനായിട്ട് എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഈ പാർട്ട് ബി നമുക്ക് വളരെ ഈസി ആയിട്ട് 6 out of 6 വാങ്ങിക്കാനായിട്ട് പറ്റുന്ന ഒരു പാർട്ടാണ്. നെക്സ്റ്റ് വി ഗോണ മൂവ് ഓൺ ടു പാർട്ട് സി. പാർട്ട് സി വളരെ വലിയ ലോങ് എക്സ്ട്രാക്റ്റ് ആയിരിക്കും. 2 എക്സ്ട്രാക്റ്റുകൾ ഉണ്ടായിരിക്കും. ഓരോ എക്സ്ട്രാക്റ്റിലും 8 ക്വസ്റ്റ്യൻസ് ആൻഡ് 4 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് എക്സ്ട്രാക്റ്റ് വേണമെങ്കിലും ആദ്യം ചെയ്യാം. ഇത് ഓരോ എക്സ്ട്രാക്റ്റിലും ഒരു 7 to 8 പാരഗ്രാഫ്സ് ഉണ്ടായിരിക്കും. അത് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ പാരഗ്രാഫിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അതനുസരിച്ച് ടൈം പ്ലാൻ ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ട് എയുടെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, പാർട്ട് എയിൽ നമ്മൾ കീവേഡ് മാർക്ക് ചെയ്ത് പോകുന്നതിനേക്കാൾ ബെറ്ററായിട്ട് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് നമ്മൾ ഓടിച്ചൊന്ന് വായിച്ചു പോവുക. അത്യാവശ്യം അർത്ഥം, മീനിങ് മനസ്സിലാക്കി തന്നെ നമ്മൾ വായിച്ചു പോവുക. അതിന് വായിക്കുമ്പോൾ കാണുന്ന കീവേഡ്സുകളൊക്കെ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിടുക. സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ് മാത്രം നോക്കി പോകുന്നതിനാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഈ മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് 15 മിനിറ്റ്സ് ആണ് പാർട്ട് എക്ക് കിട്ടുന്നത്. 15 മിനിറ്റ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ബുക്ക്ലെറ്റും തരും. ആൻസർ ബുക്ക്ലെറ്റും ക്വസ്റ്റ്യൻ പേപ്പറും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 15 മിനിറ്റ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഇൻവിജിലേറ്റേഴ്സ് വന്നിട്ട് നമ്മുടെ ആൻസർ ഷീറ്റ് വാങ്ങിച്ചിട്ട് പോകും. അതുകൊണ്ട് 15 മിനിറ്റ്സ് വളരെ യൂസ്ഫുൾ ആയിട്ട്, വളരെ വൈസ്ലി യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 മിനിറ്റ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് സ്കിം ആൻഡ് സ്കാൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള 12 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പ്രാക്ടീസാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ആണെങ്കിൽ ആദ്യം ഒരു 13 മിനിറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുക. അതിൽ നിങ്ങൾ ഓക്കെ ആയി വരുവാണെങ്കിൽ ഒരു 12 മിനിറ്റ്സിലൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. 10 മിനിറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പിന്നെ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അറ്റ് ദ ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് യുവർ പ്രാക്ടീസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു 12 മിനിറ്റ്സിലൊക്കെ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. 10 മിനിറ്റ്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് സ്പീഡിൽ നിങ്ങൾ ആവലാതിപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ടൈം വൈസായിട്ടായിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ആ ഒരു സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനും ചെയ്യേണ്ട ഒരു ടെൻഡൻസി വരും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില റൈറ്റ് ആൻസേഴ്സ് മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റക്ക് ആകാതിരിക്കുക. അതിനകത്ത് ഒരു 2 സെക്കൻഡ്സ് പോലും നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ആലോചിക്കാൻ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ അപ്പം തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഓക്കെയാണ്. കാരണം നമ്മളിത് ഫാസ്റ്റ് റീഡിങ് ആൻഡ് സ്പീഡിൽ ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ പാർട്ടിയിൽ ഓക്കെയാണ്. ബട്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾ മാക്സിമം എല്ലാം നമുക്ക് ആ ഒരു വായിക്കുമ്പോഴത്തേക്കും അവർക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ അക്സെപ്റ്റഡ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കെക്ക് വരും സി ഉപയോഗിക്കുക, ഐക്ക് പകരം വൈ ഉപയോഗിക്കുക, അതുപോലെ ജിക്ക് പകരം ജെ ഉപയോഗിക്കുക. അങ്ങനെയുള്ള ചെറിയ ഒരു നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ,
അപ്പോൾ പാർട്ട് എ അങ്ങനെയാണ്. ഇനി പാർട്ട് ബി എന്ന് പറയുമ്പോഴത്തേക്കും 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 6 ക്വസ്റ്റ്യൻസ് 6 എക്സ്ട്രാക്റ്റും തരും. ഈ എക്സ്ട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമെയിൽ ആയിരിക്കും. ആ ഇമെയിലിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. ചില പാരഗ്രാഫിൽ ചോദിക്കുന്നത് മീൻസ് ചില എക്സ്ട്രാക്റ്റിൽ നിന്ന് വരുന്നത് അതിൻ്റെ ചില സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടിൽ നിന്നുള്ള ഒരു ആൻസർ കണ്ടെത്താനായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ടെക്സ്റ്റ് വായിച്ച് പോകേണ്ട കാര്യമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ബി പാർട്ടിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻ റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിലേക്ക് പോകാം, ഓപ്ഷൻ റീഡ് ചെയ്യാതെയും ടെക്സ്റ്റിലേക്ക് പോകാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻസും വായിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. കാരണം അതങ്ങനെ പറയാൻ കാരണം അതിന് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ചിലപ്പോൾ ഓപ്ഷൻസിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻസ് വായിക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കീവേഡ്സ് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് മുഴുവനായിട്ട് റീഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ചിലപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് അതിൻ്റെ ഒരു ജനറൽ ഐഡിയ, മേ ബി അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അതൊന്നും ആയിരിക്കത്തില്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ ഒരു ആൻസർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ അങ്ങനെ കീവേഡ് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് ആയിരിക്കാം മേ ബി നമ്മുടെ ആൻസർ കിടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ആദ്യമേ തൊട്ടേ വായിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് നമുക്ക് ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസിൻ്റെയും കീവേഡ് വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് വായിച്ച് നമുക്ക് അവിടെ നിന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ടൈം കുറച്ചുകൂടി നമുക്ക് വൈസ്ലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചില ക്വസ്റ്റ്യൻ ടൈപ്പ് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ പാരഗ്രാഫിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, മുഴുവനായിട്ട് വായിക്കണോ അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം വായിച്ചാൽ മതിയോ, നമ്മൾ ആ ക്വസ്റ്റ്യൻ ടൈപ്പ് കാണുമ്പോഴത്തേക്ക് മനസ്സിലായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇമെയിലിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇതെന്താണ് ഉദ്ദേശം എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെങ്കിൽ നമുക്കതറിയാം. ഇതൊരു ഇമെയിൽ എക്സ്ട്രാക്റ്റ് ആയിരിക്കും, ഇമെയിലിൻ്റെ ഒരു ഭാഗമായിരിക്കും ആ എക്സ്ട്രാക്റ്റിലുള്ളത്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അറിയണമെങ്കിൽ നമുക്കത് മൊത്തം വായിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഇമെയിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും അവിടെ ഒരു ഹെഡിങ് പോലെ കാണും. പക്ഷെ നമ്മൾ അത് കണ്ടിട്ട് ഇതാണ് അതിൻ്റെ അതും ഒരു ഓപ്ഷനിൽ അതും കാണും. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ജനറൽ ഐഡിയ ആണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ നമ്മളത് മൊത്തത്തിൽ വായിക്കേണ്ടി വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കി ഇത് പാരഗ്രാഫ് മൊത്തം വായിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ടെക്സ്റ്റ് ബിയിൽ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, ദെൻ ഓപ്ഷൻസ് വായിക്കുക, ദെൻ എക്സ്ട്രാക്റ്റിലേക്ക് പോവുക. ഇനി അതല്ലാതെ ക്വസ്റ്റ്യൻ മാത്രം വായിച്ചിട്ട് ഓപ്ഷൻസ് വായിക്കാതെ എക്സ്ട്രാക്റ്റിലേക്ക് പോകുന്ന രീതിയുണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഉള്ള പ്രോബ്ലം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നു, പിന്നെ നമ്മൾ നെക്സ്റ്റ് ടെക്സ്റ്റിലേക്ക് പോകുമ്പോൾ ആ ടെക്സ്റ്റ് മുഴുവനും നമുക്ക് വായിക്കേണ്ടി വരും അല്ലേ. കാരണം നമുക്ക് ഓപ്ഷൻസ് വായിച്ചിട്ടില്ല, ക്വസ്റ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടെന്നല്ലാതെ ഓപ്ഷൻസ് എവിടെയുണ്ടോ ആൻസർ എവിടെയുണ്ടോ അങ്ങനെയുള്ള ഒരു കീവേഡ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് ആ ഒരു എക്സ്ട്രാക്റ്റ് മൊത്തം വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില ക്വസ്റ്റ്യൻ പാർട്ട് ബിയിലെ മിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് അത്യാവശ്യം ടെക്സ്റ്റ് വായിക്കേണ്ടി വരും. പക്ഷേ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ടെക്സ്റ്റ് മൊത്തം മുഴുവനായിട്ടൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കീവേഡ് കിട്ടിയിട്ട് ഏകദേശം എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ആൻസറിൻ്റെ, അതായത് നമുക്കിപ്പോൾ ഏകദേശം ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസ് മാത്രമല്ല വായിക്കേണ്ടത്, അതിന് തൊട്ട് മുന്നിലുള്ള സെൻറ്റൻസും ആ പർട്ടിക്കുലർ സെൻറ്റൻസ് കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസും വായിച്ചാൽ മതി. അപ്പോൾ ഈ അടുത്തുള്ള മുന്നിലും പിന്നിലും നടുക്കുള്ള മെയിനായിട്ടുള്ള സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് ടെക്സ്റ്റ് ബിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഇതാണ് പാർട്ട് ബിയുടെ ഒരു ക്വസ്റ്റ്യൻ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അക്കൗണ്ട് ദ പാസേജ് അഫെർസസ് ഇസ് കറൻ്റ്ലി ബീയിങ് യൂസ്ഡ് ഓഫൺ ഇൻ. നമുക്ക് രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഓപ്ഷൻസ് വായിച്ചിട്ടുള്ള മെത്തേഡും രണ്ടാമത്തെ ഓപ്ഷൻസ് വായിക്കാതെയുള്ള മെത്തേഡും നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം ഓപ്ഷൻസ് വായിക്കുകയാണെങ്കിൽ ക്യൂറിങ് ക്യാൻസർ, ദെൻ ട്രീറ്റിംഗ് ആനിമൽസ്, ദെൻ എക്സ്ട്രാക്റ്റിംഗ് പ്ലാസ്മ. അപ്പോൾ നമുക്കിതിനകത്ത് കീവേഡ് എന്ന് പറയുന്നത് എന്തിനാണ് അഫെർസസ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ക്യാൻസർ ഓപ്ഷൻ ഉണ്ട്, ക്യാൻസർ ഒരു കീവേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആനിമൽസിനെ ട്രീറ്റ് ചെയ്യാനും എക്സ്ട്രാക്റ്റിംഗ് പ്ലാസ്മ. നമുക്കൊന്ന് ഈ ഒരു കീവേഡ് മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു എക്സ്ട്രാക്റ്റിലേക്കൊന്ന് പോകാം. Apheresis is an extracorporeal therapy in which blood is removed from the patient circle. അപ്പോൾ അത് വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത് എന്താണ് അഫെർസിസ്, എന്താ അതിനെപ്പറ്റി ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ സെൻറ്റൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. നമുക്കത് വായിക്കാതെ പെട്ടെന്ന് തന്നെ അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം.
ജസ്റ്റ് ഒന്ന് ഓടിച്ച് റിമൂവ്ഡ് ഓർ പ്രോസസ്ഡ് ബിഫോർ ബ്ലഡ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് ദ എക്സ്ട്രാ കോർപ്പോറൽ തെറാപ്പി അഫെർസിസ് ഇസ് ദ ന്യൂവസ്റ്റ് ഫോം ബീയിങ് യൂസ്ഡ് മോർ കോമൺലി ഇൻ വെറ്റിനറി പേഷ്യൻസ്. കണ്ടോ, അവിടെ നമ്മുടെ കീവേഡ് നമ്മൾ കണ്ടു, നമ്മുടെ ഉദ്ദേശവും നമുക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മളവിടെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ദെൻ നമ്മൾ നെക്സ്റ്റ് സെൻറ്റൻസും കൂടി ഒന്ന് വായിച്ച് ഉറപ്പ് വരുത്തുക നമ്മളുടെ ഇത് തന്നെയാണോ എന്ന് കറക്റ്റ് ആൻസർ എന്ന്. മാത്രമല്ല നമുക്ക് അടുത്ത ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ വീണ്ടും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നെക്സ്റ്റ് സെൻറ്റൻസ് കൂടി ഒന്ന് വായിക്കാം. Therapeutic plasmapheresis or therapeutic plasma exchange is an apheresis treatment in which the plasma component of blood is removed and replaced with സപ്ലിമെൻ്റൽ ഫ്ലൂയിഡ്സ് ഓർ പ്രോസസ്ഡ് ബിഫോർ ബീയിങ് റിട്ടേൺ ടു ദ പേഷ്യൻറ്റ്. അവിടെ ഒന്നും യൂസേജിനെ പറ്റി നമ്മളോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ടോട്ടൽ പ്ലാസ്മ എക്സ്ചേഞ്ച് ഈസ് ദ മോസ്റ്റ് കോമൺലി അപ്ലൈഡ് അഫെറിസിസ് തെറാപ്പി ഇൻ വെറ്റിനറി മെഡിസിൻ. അഫെറിസിസ് പ്രൊസീജിയർ മേ ഓഫർ ബെനിഫിറ്റ് ആസ് പ്രൈമർലി ഓർ അഡ്ജോയിൻറ്റ് തെറാപ്പി ഓർ ഫോർ മെനി ഹെമറാജിക് ആൻഡ് ത്രോംബോട്ടിക് ഡിസോർഡേഴ്സ്. അതിൽ പറയുന്ന മെനി ഹെമറാജിക് ആൻഡ് ത്രോംബോട്ടിക് ഡിസോർഡേഴ്സ് എന്നാണ്. അപ്പോൾ ക്യാൻസർ അതിനകത്തങ്ങ് വരുന്നതല്ല. അല്ലെങ്കിൽ ക്യൂർ ക്യാൻസറിന് യാതൊരു റോളും ഈ പ്ലാസ്മഫെറിസിസിനുണ്ടെന്നുള്ളത് നമ്മളോട് ഈ ടെക്സ്റ്റിലേ പറഞ്ഞിട്ടില്ല. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ക്യൂറിങ് ക്യാൻസറും എക്സ്ട്രാക്റ്റിംഗ് പ്ലാസ്മ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ. ദെൻ ഫസ്റ്റ് ആൻസർ ട്രീറ്റിംഗ് ആനിമലിൽ നിന്ന് തന്നെ ആയിരിക്കും. മാത്രമല്ല നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ട്രീറ്റിംഗ് ആനിമൽ വെറ്റിനറി പേഷ്യൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആൻസർ ആദ്യമേ തന്നെ കിട്ടി. പക്ഷേ നമ്മൾ അങ്ങനെ ആൻസർ ഓക്കെ ആണെന്നും പറഞ്ഞ് നമ്മളങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസും നമ്മൾ ഈ ഒരു ടൈമിൽ എലിമിനേറ്റ് ചെയ്യാനും കൂടി നമുക്ക് സാധിക്കണം. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ ആൻസർ കറക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ഞാനിപ്പോൾ ചെയ്ത് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു, ഈ ഓപ്ഷൻ വായിച്ചു. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് വായിക്കാതെ വരുമ്പോൾ ഉള്ളൊരു അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദ പാസേജ് അഫെറിസിസ് ഇസ് കറൻ്റ്ലി ബീയിങ് യൂസ്ഡ് ഓഫൺ ഇൻ. നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം മനസ്സിലായി, അഫെറിസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മൊത്തം നമ്മൾ ഓപ്ഷൻസ് വായിക്കാതെ ടെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നറിയാം. അത് മാത്രം നമ്മൾ നോക്കുകയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മൊത്തമായിട്ട് വായിക്കേണ്ട മുഴുവനായിട്ട് വായിക്കേണ്ടതായിട്ട് വരും. Apheresis is an extracorporeal therapy in which blood is removed from patient circulation. The blood is separated into components. ഇതെല്ലാം വായിച്ചാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻസിൻ്റെ കീവേഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യണമെന്ന് പോലും നമുക്കൊരു ഐഡിയ ഉണ്ടാകത്തില്ല. കാരണം എന്താ, നമ്മൾ ഓപ്ഷൻസ് വായിച്ചിട്ടില്ല. അപ്പോൾ ക്യൂറിങ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ അവിടെ എവിടെയെങ്കിലും നോക്കണോ, അങ്ങനെ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റിംഗ് പ്ലാസ്മ എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ എന്ന് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഓപ്ഷൻസ് ആദ്യം വായിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ കീവേഡ്സ് നമ്മളോട് ശ്രദ്ധിക്കണം. ക്യാൻസറിനെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അനിമൽസിനെ ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എക്സ്ട്രാക്റ്റിംഗ് പ്ലാസ്മയെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ആ പറഞ്ഞിട്ടുള്ള ഏരിയ ഫോക്കസ് ചെയ്ത് ആൻസർ ലൊക്കേറ്റ് ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ ഈ ടെക്സ്റ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണമെന്ന് മുൻകൂട്ടി കാണാനും നമുക്ക് സാധിക്കും. ഇതാണ് ഓപ്ഷൻസ് വായിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റിലേക്ക് പോയാലുള്ള ഗുണം. ഓപ്ഷൻസ് വായിക്കാതെ നിങ്ങൾ ടെക്സ്റ്റിലേക്ക് പോയാൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ ടെക്സ്റ്റ് മൊത്തം വായിച്ചു കഴിഞ്ഞ് പിന്നെ ഓപ്ഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കേണ്ട ആവശ്യവും പിന്നെയും വരും. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻസും വായിച്ച് കീവേഡ് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു കീവേഡ് ലൊക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ മാത്രം റീഡ് ചെയ്താൽ മതിയെന്ന്. പക്ഷേ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് നമുക്ക് പാരഗ്രാഫ് മൊത്തമായിട്ട് വായിക്കണോ അതോ അതിൻ്റെ ഏതെങ്കിലും ഏരിയ ലൊക്കേറ്റ് ചെയ്താൽ മതിയെന്ന്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ ചീഫ് ഒബ്ജക്റ്റീവ് ഓഫ് ദ മെയിൽ ഈസ് ടു. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അറിയാം ഇതൊരു മെയിലിൻ്റെ എക്സ്ട്രാക്റ്റാണ്, അതല്ലെങ്കിൽ മെയിലിൻ്റെ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്ന എക്സ്ട്രാക്റ്റ്. ഒരു ചീഫ് ഒബ്ജക്റ്റീവ്, അതായത് ഒരു മെയിലിൻ്റെ ഒബ്ജക്റ്റീവ്, ഒരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്റൻസോ 2 സെൻറ്റൻസോ അല്ലെങ്കിൽ ലാസ്റ്റ് സെൻറ്റൻസോ ഒന്നും വായിച്ചാൽ മതിയാവില്ല. ഒരു മൊത്തത്തിലുള്ളൊരു ഉദ്ദേശം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ പാരഗ്രാഫ് മൊത്തം വായിക്കേണ്ടി വരുമെന്ന് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാകും. ദ ചീഫ് ഒബ്ജക്റ്റീവ് ഓഫ് ദ മെയിൽ ഈസ് ടു. പക്ഷേ ഇവിടെയും ഓപ്ഷൻസ് വായിച്ചിട്ട് നിങ്ങൾ ടെക്സ്റ്റിലേക്ക് പോകാനാണ് സജസ്റ്റ് ചെയ്തോളൂ. കാരണം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്ക് ഓപ്ഷൻസ് വായിച്ചിട്ട് ടെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് രണ്ടാമത് ഓപ്ഷൻസ് വായിച്ച് വീണ്ടും ടെക്സ്റ്റ് വായിക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാരിഫൈ ഹൂ ആർ റെസ്പോൺസിബിൾ ഫോർ മെഡിക്കേഷൻ ഡെലിവറി. Then B, suggest ways to avoid medication errors in hospital. Instruct the necessary course of action following a medication inaccuracy.
ചീഫ് ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഇമെയിലിൻ്റെ ടെക്സ്റ്റിലേക്ക് വരുവാണെങ്കിൽ ആദ്യം നമുക്കൊരു ഹെഡിങ് തന്നിട്ടുണ്ട്, മെഡിക്കേഷൻ എറേഴ്സ്. ഇത് വായിക്കുമ്പോൾ തന്നെ കൂടുതൽ പേരും ചിന്തിക്കും അപ്പോൾ ഈ ഇമെയിൽ മൊത്തം ഈ മെഡിക്കേഷൻ എറേഴ്സിനെ പറ്റിയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ തന്നിട്ടുണ്ടാവും ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. സജസ്റ്റ് വേസ് ടു അവോയ്ഡ് മെഡിക്കേഷൻ എറേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. കണ്ടില്ലേ, അത് അവരുടെ ഒരു ട്രിക്കാണ്. അപ്പോൾ ഒരിക്കലും അതായിരിക്കില്ല ആൻസർ, സബ്ജക്റ്റ് ആയിരിക്കില്ല ആൻസർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് റീഡ് ചെയ്യുക, നല്ലതായിട്ട് ടെക്സ്റ്റ് മൊത്തം റീഡ് ചെയ്യണം. Collaboration between all members of the healthcare team responsible for medication delivery is needed to create strategies that will prevent medication errors. Registered nurses can act as leaders in recognizing system failures and addressing human factors that can lead to medication errors. When medication errors occurs, immediate steps should be taken to safeguard clients, resolve issues, and inform the client and family. A supportive no blame culture encourages interprofessional dialogue, reflection, problem analysis, and the development of preventive strategies. The fact of a medication error must be documented in a client's health record, including a medication administered, what happened to the client's status, corrective action taken to safeguard the client, and follow-up monitoring. Agency policy should be followed when responding to and documenting the error. Okay. അപ്പോൾ ഇത് വായിച്ചപ്പോഴത്തേക്കും നമുക്കിതിൽ നിന്നൊക്കെ ഒരു മൊത്തത്തിലുള്ള ഐഡിയ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു മെഡിക്കേഷൻ എറർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ ഇമെയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കിയാണ് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. ഓക്കെ, ഓപ്ഷൻസിലേക്ക് പോകാം. ക്ലാരിഫൈ ഹൂ ആർ റെസ്പോൺസിബിൾ ഫോർ മെഡിക്കേഷൻ ഡെലിവറി. മെഡിക്കേഷൻ ഡെലിവറി പറഞ്ഞിട്ടുണ്ട്, നഴ്സസിനെ ആയിരിക്കും അതിൻ്റെ പ്രൈമറി റോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പറഞ്ഞു വന്ന ഒരു സെൻറ്റൻസിൽ മാത്രമേ അതുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. നിങ്ങൾ നോക്കുക, ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു സേഫ് ഗാർഡ് ക്ലയൻസ്, റിസോൾവ് ഇഷ്യൂസ് ആൻഡ് ഇൻഫോം ദ ക്ലയൻറ്റ് ആൻഡ് ഫാമിലി, സപ്പോർട്ട് ഇൻ നോൺ ബ്ലെയിം കൾച്ചർ, എൻകറേജസ് ഇന്റർപ്രൊഫഷണൽ ഡയലോഗ്, റിഫ്ലക്ഷൻ, ദെൻ പ്രോബ്ലം അനാലിസിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ്, ദ ഫാക്ട് ഓഫ് എ മെഡിക്കേഷൻ എറർ മസ്റ്റ് ബി ഡോക്യുമെൻറ്റഡ്. ഇതെല്ലാം ആഫ്റ്റർ ദ മെഡിക്കേഷൻ എറർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ക്ലാരിഫൈ ഹൂ ആർ റെസ്പോൺസിബിൾ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ദെൻ ബി നോക്കാം, സജസ്റ്റ് വേസ് ടു അവോയ്ഡ് മെഡിക്കേഷൻ എറേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമ്മളോട് അവിടെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പം തന്നെ നമുക്ക് പ്രിവെൻഷൻ എന്ന് പറയുന്ന സംഭവം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ബി ഓപ്ഷൻ എലിമിനേറ്റഡ് ആണ് ഇപ്പം തന്നെ. ഇൻസ്ട്രക്ട് ദ നെസസറി കോഴ്സ് ഓഫ് ആക്ഷൻ ഫോളോയിങ് എ മെഡിക്കേഷൻ ഇനാക്യുറസി. ഇത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാം. എങ്ങനെ മെഡിക്കേഷൻ എറർ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടതിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആദ്യത്തെ 2 ആൻസറും എലിമിനേറ്റ് ചെയ്ത് ആൻസർ സിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടൈപ്പിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ഇതൊരു ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇമെയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും കീവേഡ് കണ്ടുപിടിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ട് നോക്കി ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മൊത്തമായിട്ട് നിങ്ങൾ വായിച്ച് അതിൻ്റെ ആൻസർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവിടെയും ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഓപ്ഷൻസ് റീഡ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പോകാം, പക്ഷേ അത് നിങ്ങൾക്ക് വീണ്ടും രണ്ടാമതും ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞ് വീണ്ടും ആ ഓപ്ഷൻസിന് വേണ്ടി ടെക്സ്റ്റ് ഒന്നുകൂടി ഒന്ന് സ്കിം ചെയ്യേണ്ടതായിട്ട് വരും. അതിനും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓപ്ഷൻസിനെ പറ്റി ഒരു ധാരണ ഉള്ളത് തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇത് പാർട്ട് സിയിലേക്ക് വരുമ്പോഴത്തേക്കും ഓപ്ഷൻസ് വായിക്കാതെ ടെക്സ്റ്റിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അത് ഞാൻ പാർട്ട് സി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, പാർട്ട് ബിയിൽ ഇത് തന്നെയായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് കാണിക്കുകയാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ റിപ്പോർട്ടഡ് ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഡിക്ലൈൻഡ്. ഓപ്ഷൻസ് വായിക്കുന്ന രീതിയിൽ നമുക്ക് ആദ്യം നോക്കാം. എ ദ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സയൻസ്, ബി എ ടീം ഓഫ് റിസർച്ചേഴ്സ്, ആൻഡ് സി ആൻ ഇൻഡിപെൻഡൻറ്റ് റിസർച്ചർ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ മീനിങ് നോക്കൂ. ആരാണ് ഈ ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കുറഞ്ഞു എന്ന്, ഫ്രീക്വൻസി ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കുറഞ്ഞു എന്ന് ആരാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ്. നമുക്കിവിടെ കീവേഡ് കിട്ടിയിട്ടുണ്ട്, ആരാണ് എന്നുള്ളതൊരു കീവേഡാണ്. പിന്നെ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സയൻസ്, അതിനെപ്പറ്റി നമുക്ക് നോക്കണം. ടീം ഓഫ് കുറേ അധികം റിസർച്ചേഴ്സ് എന്തെങ്കിലും ഇതിനകത്ത് ചെയ്തതായിട്ട് പറയുന്നുണ്ടോ എന്ന് നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തണം. ദെൻ ആ ഇൻഡിപെൻഡൻറ്റ് റിസർച്ചിനെ പറ്റി എവിടെയെങ്കിലും പറയുന്നുണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അത് നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കാം. A broad range of devices has been designed with built-in safety features that reduces the risk of injury involving
എ ഷാർപ്പ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഡിവൈസ്. ഇത് വായിച്ച ആ ഒരു ആദ്യത്തെ സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ആരും റിപ്പോർട്ട് ചെയ്തതിനെ പറ്റിയോ അല്ലെങ്കിൽ നീഡ് സ്റ്റിക്ക് ഇഞ്ചുറിനെ പറ്റിയോ ഒന്നും പറയുന്നില്ല അല്ലേ, ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം തന്നെ നമുക്ക് ആ ഒരു പാരഗ്രാഫ് തന്നെ പിന്നെ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് വിട്ടേക്കുക. അത് നമുക്ക് അങ്ങനെ പാരഗ്രാഫ് അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റുന്നത് നമ്മൾ ഓപ്ഷൻസ് റീഡ് ചെയ്തിട്ട് വന്നതുകൊണ്ടാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ആ പാരഗ്രാഫിൽ ഇനി വരാനുള്ള പോസിബിലിറ്റി ഇല്ലെന്ന് ആദ്യത്തെ 2 സെൻറ്റൻസും സെക്കൻഡ് സെൻറ്റൻസിൻ്റെ ആദ്യം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇനി പാരഗ്രാഫ് കൂടുതൽ വായിച്ച് പോകേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരാം. The use of devices with a safety engineered protective features, example safety or retractable devices, was mandated in the US. അവിടെ ഒരു US എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു, പക്ഷേ നമ്മളൊക്കെ ഉറപ്പിക്കാൻ വയ്യ, നമ്മൾ ഒന്നുകൂടി റീഡ് ചെയ്യാണ്. Was mandated in the US in 2000 and is thought to have reduced the rate of ഇൻസിഡൻസ് ഓഫ് നീഡ് സ്റ്റിക്ക് ഇഞ്ചുറീസ്. അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സയൻസ് എന്നുള്ളത് അവിടെ എങ്ങും പറഞ്ഞിട്ടില്ല. US അങ്ങനെ ഡിക്ലൈൻ ചെയ്തു, അവർ തോട്ട് ടു ഹാവ് റെഡ്യൂസ്ഡ് അങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും US ഹെൽത്ത് സയൻസിനെ പറ്റി അവിടെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ USൻ്റെ കാര്യം വിട്ടു, അവിടെ നമുക്കിനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ കാര്യമില്ല. ദെൻ നമ്മൾ പിന്നെയും പോകാൻ തോട്ട് ടു ഹാവ് റെഡ്യൂസ് ദ റേറ്റ് ഓഫ് ഇൻസിഡൻസ് ഓഫ് നീഡ് സ്റ്റിക്ക് ഇഞ്ചുറീസ് US in 2000 and is thought to have reduced the rate of incidence of needle stick injuries. ബ്രാക്കറ്റിൽ ജാഗർ എറ്റ് ആൾ 2008 എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു സയൻറ്റിസ്റ്റും എറ്റ് ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻറ്റിസ്റ്റ് പ്ലസ് കുറച്ച് ആൾക്കാരും കൂടി, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചെയ്യുന്ന കാര്യത്തിനെയാണ് അങ്ങനെ നമ്മൾ എറ്റ് ആൾ എന്ന് പറയുന്നത് കേട്ടോ. അത് ചില ആർട്ടിക്കിളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ജേർണൽസിലൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. കുറച്ച് ആൾക്കാർ റിസർച്ചേഴ്സ് ഇൻവോൾവ് ചെയ്തൊരു കാര്യമാണെന്ന് പറഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സയൻസ് ഇല്ല എന്നുള്ള കാര്യം എലിമിനേറ്റ് ചെയ്തു. പക്ഷേ കുറച്ച് റിസർച്ചേഴ്സിൻ്റെ കാര്യം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആൻസറിൻ്റെയും കൂടി കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ആ ഇൻഡിപെൻഡൻറ്റ് റിസർച്ചറിൻ്റെ കാര്യം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. ദ യൂസ് ഹാസ് റീസെൻ്റ്ലി ബീൻ മാൻഡേറ്റഡ് ഇൻ ദ UK and Europe but not yet in Australia. Further research is required on their efficiency in reducing sharp injuries and their impact on patient safety. ഇവിടെ ഒന്നും ഒരു സിംഗിൾ റിസർച്ചർ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ നീഡ് സ്റ്റിക്ക് ഇഞ്ചുറീസ് ഡീക്ലൈൻ ചെയ്തതായിട്ട് പറഞ്ഞതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. US ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സയൻസ് ഓഫ് US റിപ്പോർട്ട് ചെയ്തതായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. US കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സയൻസ് അവിടെ എത്തിയിട്ടില്ല. പിന്നെ ഇവിടെ നെക്സ്റ്റ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് and is thought to have reduced the rate of incidence of needle stick injuries. അത് ആരാണ് അങ്ങനെ പറഞ്ഞത്? ജാഗർ എറ്റ് ആൾ 2008 ജാഗറും കുറച്ചധികം റിസർച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നൊരു പാനലാണ് അത് കുറഞ്ഞ് എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ US ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. കറക്റ്റായിട്ട് ആൻസർ B ആണ് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ എറ്റ് ആൾ എന്നൊക്കെ പറയുന്ന ആ ഒരു മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ല ധാരണ ആയി എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പാട്ടും കൂടി എല്ലാം ഇതിനകത്ത് പറഞ്ഞു തീർക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ നമ്മുടെ വീഡിയോ ഇപ്പോൾ 20 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. ആസ് യു നോ, റീഡിങ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാരണം റീഡിങ് കുറച്ച് ടഫ് മോഡ്യൂളാണ്. പക്ഷേ റീഡിങ് നിങ്ങൾ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. റീഡിങ് ആ ഒരു നല്ല ഇൻഡെപ്ത് ആയിട്ട് റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിങ്ങളുടെ റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് റീഡ് ചെയ്ത് എനിക്ക് OITയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയത് റീഡിങ്ങിനായിരുന്നു. അപ്പം അത് ഞാൻ റീഡ് ചെയ്യുമായിരുന്നു, ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി റീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലതായിട്ട് നിങ്ങളുടെ റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, മോഡ്യൂൾ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ പാർട്ട് C സീരിയസ്ലി ഡിസ്കസ് ചെയ്യും. എല്ലാ പാർട്ട്സ് ഇതുപോലെ തന്നെ കവർ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ടിപ്സും ട്രിക്സും ആണ് അതിനകത്ത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഞാൻ ഈ B പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് അധികം ചെയ്തതുകൊണ്ട് കുറച്ച് എക്സ്പ്ലനേഷൻ കൂടുതൽ തന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തീർക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ നമ്മൾ നെക്സ്റ്റ് റീഡിങ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ടിൽ നൗ. താങ്ക് യു, ബൈ.